ചിലപ്പോഴെങ്കിലും ചില വിവാദ പരാമർശങ്ങളുടെ പേരിൽ നമ്മളിങ്ങനെ കേൾക്കുന്നൊരു പേരാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റേത്. ഇപ്പോൾ കുറച്ച് നാളായി അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും വാതുറന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കെ സുധാകരനെയും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഒക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം സോഷ്യൽ മീഡിയയിലും ചർച്ചകളിലുമൊക്കെ സജീവമാവുകയാണ്. എന്താണ് ഇപ്പോഴത്തെ പ്രത്യാരോപണങ്ങളുടെ പിന്നിലെ വസ്തുത? അദ്ദേഹം സജീവമായി, പക്ഷേ കെ സുധാകരൻ ഫാൻസ് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തന രംഗം മുഴുവൻ സോഷ്യൽ മീഡിയയിലേക്ക് മാറിയപ്പോൾ അവിടെ എന്താണ് പറയുന്നത് എന്നുള്ളതാണല്ലോ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. മാധ്യമങ്ങളിൽ പ്രസ്താവന വരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം വരുന്നു എന്നുള്ളതിനപ്പുറം ഒരഭിപ്രായം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൊതുജനത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടി അണികളുടെ മനോനില അനുസരിച്ച് സോഷ്യൽ മീഡിയയിലാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. അതിന് നമ്മൾ നെഗറ്റീവായിട്ട് ഒരേ സമയം ഒരേ അധികം ആളുകൾ വന്ന് തെറി വിളിക്കുന്നതിനെയാണ് പൊങ്കാല എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ ചിലപ്പോൾ അത് വലിയ പിടുത്തമില്ലാത്ത ആളുകൾ വന്നിട്ട് ക്ഷേത്രത്തിലെ പൊങ്കാലയല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇപ്പോൾ കോൺഗ്രസിനെ വല്ലാതെ ഉലച്ചിരിക്കുന്നു. നേതാക്കന്മാർ തന്നെ രണ്ട് ചേരിയിലാണ്. കെ സുധാകരൻ ഇന്നിപ്പോൾ അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് വലിയ തെറ്റാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിടും, ഞാൻ അവനുമായി സംസാരിച്ചു, അവൻ മാറ്റി നിർത്തപ്പെടേണ്ടതല്ല, സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ തെറ്റുകാരനല്ല എന്നൊക്കെ കെ സുധാകരൻ പറഞ്ഞു. രമേശ് ചെന്നിത്തല പറഞ്ഞു, സസ്പെൻഡ് ചെയ്യാനുള്ള മീറ്റിംഗിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തല പറഞ്ഞു, ആ യോഗത്തിൽ കെ സുധാകരൻ ഉണ്ടായിരുന്നു, മാറ്റി നിർത്തപ്പെടേണ്ട ആളാണ്. അപ്പൊ കോൺഗ്രസിൽ തന്നെ രണ്ട് ചേരിയും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉള്ള സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ, കാസർഗോഡ് MP, അദ്ദേഹത്തിന് കോൺഗ്രസിൽ വലിയ ചരിത്രമുണ്ട്. അദ്ദേഹം ഒട്ടേറെ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ആളാണ്. പിന്നീട് അദ്ദേഹം കാസർഗോഡ് മത്സരിച്ചു, അവിടെയാണ് MP ആയിട്ടുള്ളത്. കാസർഗോഡ് നിന്നാണ് MP, 2ാമത്തെ തവണയാണ് ഇപ്പോൾ MP ആയത്. കൊല്ലം ജില്ലക്കാരനാണ് അദ്ദേഹം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറഞ്ഞു, വടി കൊടുത്ത് അടി വാങ്ങി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിമർശിച്ചുകൊണ്ട് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. വടി കൊടുത്ത് അടി വാങ്ങി. അതുപോലെ മാധ്യമങ്ങളെ പ്രകോപിപ്പിച്ചു. മാധ്യമങ്ങളോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഈ അടുത്തൊക്കെ നമുക്ക് മാധ്യമങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണുമ്പോൾ മാധ്യമങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുറിക്ക് കൊള്ളുന്ന പോലെ, അല്ലെങ്കിൽ അദ്ദേഹം ആ ചോദ്യങ്ങളുടെ മുനയൊടിക്കുന്ന തരത്തിൽ മറുപടി പറയുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതുപോലെ ഇരയോട് അപമര്യാദയായി പെരുമാറി എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു. അതുപോലെ തന്നെ രാഹുലിന്റെ PR സംഘം ആക്രമണം നടത്തി. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയൊരു PR സംഘം ഉണ്ടെന്നും ആ സംഘം VD സതീശൻ ഉൾപ്പെടെയുള്ള, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള, പ്രത്യേകിച്ച് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, മുതിർന്ന നേതാക്കന്മാരെ സൈബർ അറ്റാക്ക് നടത്തുന്നു എന്നുള്ളതും വലിയ ഒരു ആരോപണവും ആക്ഷേപവുമായി നിലനിൽക്കുന്നു. കാരണം ആരെന്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞാലും അവിടെ എല്ലാം ഈ PR സംഘവും എത്തുകയും സൈബർ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഉമാ തോമസ് നേരത്തെ പറഞ്ഞു, ഉമാ തോമസിന് ഒരു തവണ അത് പറയാൻ പറ്റുള്ളൂ, വല്ലാതെ പൊങ്കാലയിട്ട് കളഞ്ഞു. പിന്നീട് അവർ പിന്നെ ഒന്നും വേണ്ടിയിട്ടില്ലല്ലോ. ഇന്നേ വരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും ഉമാ തോമസ് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നിലപാടുകൾ പറഞ്ഞാൽ ഉടനെ സൈബർ അറ്റാക്ക് നടത്തുന്നു എന്നുള്ളതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. മറ്റൊന്ന്, ഇരയെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ പിന്തുണ തനിക്കുണ്ടെന്ന് കാണിക്കാൻ രാഹുൽ ശ്രമിക്കുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണച്ചവർ മാറി ചിന്തിക്കും എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞു. അതായത് ഒളിഞ്ഞും തെളിഞ്ഞും എന്ന് പറഞ്ഞാൽ കെ സുധാകരനാണ് ആ സമയത്ത് പിന്തുണ കൊടുത്തത്. പിന്നീട് പിന്തുണച്ചത്, തുടക്കം മുതൽ പിന്തുണ കൊടുത്തത് ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥ്, അങ്ങനെയുള്ള ഒരു ടീമുണ്ടല്ലോ. ആ ഒരു യൂത്ത് ടീമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുകയും നിയമസഭയിൽ വരെ കൊണ്ടുവരികയും VD സതീശൻ പ്രതിപക്ഷ നേതാവ് എതിർത്തിട്ട് പോലും അവിടെ ഇവരുടെ പിന്തുണയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലിയിലേക്ക്. സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഭാഗം യുവജനതയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് പറയേണ്ടി വരും. ഒരു ഏജ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ അതെ പിന്തുണയ്ക്കുന്നുണ്ട്. ഈ പൊതുവെ സൈബർ ഇടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പിന്തുണ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതെല്ലാം പറഞ്ഞ ഒരു കാര്യമാണ്, കെ സുധാകരൻ ഓരോ കാലത്തും ഓരോന്ന് പറയും, കാര്യങ്ങൾ മാറ്റി പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട് എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ അതിനെ സൂചിപ്പിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങനെ പറഞ്ഞത്, ഓർമ്മപ്പിശകുള്ള ആളാണ് എന്നുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ മാറ്റി പറയുന്നത് കൊണ്ട് കെ സുധാകരനെ അതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്
എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. അത് പറഞ്ഞത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. പിന്നീട് അദ്ദേഹത്തിന് നിറയെ പൊങ്കാലയാണ്. ഈ കെ സുധാകരന്റെ ഉറ്റ അനുയായിയുണ്ട് ജയന്ത് ഉൾപ്പെടെയുള്ള വിശ്വസ്തൻ ജയന്ത് ദിനേശ്, അവരടക്കമുള്ള ആളുകൾ നേരിട്ട് രംഗത്തിറങ്ങി. കെ സുധാകരന്റെ ഫാൻസുകാരെല്ലാം രംഗത്തിറങ്ങി രാജ്മോഹൻ ഉണ്ണിത്താനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതായത് ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണമാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താന് തെറി കിട്ടുന്നതെന്ന് ഓർത്തോണം. അതെ അതെ, ഒരു അഭിപ്രായം വന്ന് പറഞ്ഞു. കോൺഗ്രസ് പിന്നെ അങ്ങനെയാണല്ലേ, പാർട്ടി വേദിയിൽ പറയേണ്ട കാര്യം മാധ്യമങ്ങളുടെ മുമ്പിലും, മാധ്യമങ്ങളുടെ മുമ്പിൽ പറയേണ്ട കാര്യം പാർട്ടി വേദിയിലും പറയും. അങ്ങനെയാണ്. അതായത് എപ്പോഴും മാധ്യമ ശ്രദ്ധ കിട്ടണം എന്ന് ആഗ്രഹിക്കുക. അങ്ങനെ മാധ്യമ ശ്രദ്ധ കിട്ടിയാലേ ആ പാർട്ടിയിൽ വളരാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അത് ഇപ്പോഴും നല്ല പണ്ട് പോലെ അങ്ങനെയാണ്. മാധ്യമ ശ്രദ്ധ എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കണം. ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ താൻ ആൾക്കാർക്കിടയിൽ മറന്നു പോകുന്നു തുടങ്ങി, അല്ലെങ്കിൽ എന്താണ് മറവിയിലേക്ക് താൻ പോകുന്നു ജനങ്ങൾക്കിടയിലും തോന്നുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രസ്താവനകളുമായി മുമ്പോട്ട് വരും. അല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താന്റെ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ സംഭവിച്ചത് കെ സുധാകരനെയും കൂടെ ഒരു കൊട്ടുകൊടുക്കാം എന്ന്. അതായത് കെ സുധാകരനേക്കാൾ വലിയ നേതാവാണോ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങനെ വലിയ അനുയായി വൃന്ദം അല്ലെങ്കിൽ ഫാൻസ് ഒന്നുമില്ല. അതിപ്പോ കെ സുധാകരനുണ്ട്, കെ സുധാകരന് ഫാൻസ് ഉണ്ട്. ഇപ്പൊ കെ സുധാകരന്റെ ചരിത്രം പറയുകയാണെങ്കിൽ കണ്ണൂരിൽ മാർക്സിസ്റ്റ് പാർട്ടി CPM-ന്റെ കോട്ടയിൽ ചെന്ന് അവരുമായിട്ട് കൊമ്പ് കോർക്കാൻ ധൈര്യം കാണിച്ച് വളർന്നു വന്ന ഒരു നേതാവാണ് കെ സുധാകരൻ. നമ്മളെന്തൊക്കെ അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്. അത് കെ സുധാകരൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിൽ കെ സുധാകരൻ കയറി ചെല്ലുന്നതും അവിടുത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് KPCC പ്രസിഡന്റ് ആയിട്ടില്ല. അതിന് മുമ്പുള്ള സമയത്ത് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അയാളെ വരട്ടുക, എന്താടാന്നൊക്കെ ചോദിച്ചിട്ട്, അങ്ങനെയാണോ എന്താ? അപ്പൊ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പേടിച്ച് പുറകോട്ട് ഓടുക. ഏതെങ്കിലും ഒരു നേതാവിന് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വെച്ച് പോലീസുകാരെ വരട്ടാൻ പറ്റും, അതും കണ്ണൂർ പോലുള്ളൊരു സ്ഥലത്ത്. അപ്പൊ അങ്ങനെ അത്രയും ചില പ്രശ്നങ്ങളൊക്കെ വന്നാൽ ആളുകളെ നമ്മൾ വേറെ അതിന് നെഗറ്റീവായിട്ടുള്ള അർത്ഥമൊക്കെ പറയുമെങ്കിൽ പോലും ആളുകളെ ചേർത്ത് പിടിക്കാനും ഒക്കെ അനുയായി വൃന്ദത്തിനെ എപ്പോഴും കൊണ്ട് നടക്കാനും അവർക്ക് നിർലോഭമായ പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നേതാവാണ് കെ സുധാകരൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങനെ പ്രത്യേകിച്ച് അനുയായി വൃന്ദമൊന്നുമില്ല. അദ്ദേഹം ഇവിടെ തന്നെ ഇലക്ഷൻ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റുപോയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജന്മനാട് ഉൾപ്പെടുന്ന കുണ്ട്ര മണ്ഡലത്തിൽ നിന്ന് തോറ്റുപോയ ആളാണ്. 30,000-36,000 വോട്ടിന് 30 എന്നാണ് എന്റെ 30, എന്തായാലും 30 പുറത്താണ്. വേണമെങ്കിൽ ഒരു പക്ഷേ ഉപരി സിനിമയിൽ തിളങ്ങിയിട്ടുണ്ട്, വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തെ മഞ്ചേരിയിൽ വെച്ച ഒരു സ്ത്രീയോടൊപ്പം, അതൊക്കെ ഇപ്പൊ പൊങ്കാലയിടുന്ന ആളുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പഴയ കേസുകളൊക്കെ മഞ്ചേരിയിൽ വെച്ച്, അതാണ് തലമറന്ന് എണ്ണ തേക്കരുത് എന്നാണ് ഈ കെ സുധാകരന്റെ വിശ്വസ്തൻ പറയുന്നത്. ഉണ്ണിത്താനെ തലമറന്ന് എണ്ണ തേക്കരുത്, തലമറന്ന് എണ്ണ തേച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അണികളും പാർട്ടിയും പഠിപ്പിച്ചു തരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മഞ്ചേരിയിൽ വെച്ച് നിങ്ങളെ അന്ന് ഒരു യുവതിക്ക് നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോയത്, മഹിളാ കോൺഗ്രസ്സുകാരിക്ക് പാർട്ടി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ നാട്ടുകാർ പിടികൂടിയത് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പം ഇവർ പറയുന്നത് കെ സുധാകരൻ എല്ലാ കാലത്തും ആളുകളെ പിന്തുണച്ചിട്ടുള്ളത് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചിട്ടില്ല. ഒരു നിലപാടിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ പാർട്ടിയിലുള്ള ആളുകൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കണം എന്നുള്ളത് കൊണ്ടാണ്, അത്തരം പിന്തുണയ്ക്കണം എന്നുള്ളത് കൊണ്ടാണ് കെ സുധാകരൻ അങ്ങനെ നിലപാടെടുക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു കാലത്തും അങ്ങനെ നിലപാടെടുത്തിട്ടില്ല. ഈ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഉൾപ്പെടെ രാജ്മോഹൻ ഉണ്ണിത്താനും ശരത്ചന്ദ്ര പ്രസാദിന്റെയാണ് മുണ്ടുരിഞ്ഞത് ഒരു കാലത്ത് കോൺഗ്രസ്സുകാര് ഇവിടെ മുണ്ടുരിഞ്ഞെടുത്തോണ്ട് അങ്ങനെ സംഭവം ഉണ്ടായില്ലേ? അല്ലേ, അറിയത്തില്ല അത്. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൊല്ലത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. ഈ ഓരോ നേതാക്കന്മാർക്കും ജില്ലയുടെ ചുമതലയും പോലീസിന്റെ ചുമതലയൊക്കെ കൊടുക്കും. അപ്പൊ അവര് പറഞ്ഞാലേ പോലീസ് കേൾക്കുള്ളൂ, വേറെ ആരും എന്ന് പറഞ്ഞാലൊന്നും കേൾക്കുകയില്ല. അന്ന് ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, അന്ന് ഒരു വലിയ പുലിയാണെന്ന് കൊല്ലത്തിന്റെ SP ആയിട്ടിരിക്കുന്ന സമയം. അപ്പൊ അത് ഈ SP കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ കയറി വരുന്നു. ഈ SP ചാടി എഴുന്നേറ്റു, സീറ്റിൽ ഇരിക്കുന്നില്ല. അത് രാജ്മോഹൻ ഉണ്ണിത്താനാ. രാജ്മോഹൻ ഉണ്ണിത്താൻ കയറി വന്നപ്പോ SP ഇരിക്കുന്നില്ല, SP നിന്നാണ് കാര്യം പറയുന്നത്. അപ്പൊ അന്ന് കരുണാകരൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ചുമതല രാജ്മോഹൻ ഉണ്ണിത്താൻ, സ്റ്റേഷൻ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. പക്ഷെ അദ്ദേഹത്തിന് അനുയായി വൃന്ദത്തെ എന്തുകൊണ്ടോ സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹത്തിന്
സാധിച്ചില്ല. ഇലക്ഷനിലൊക്കെ വളരെ വൈകിയാണ് അദ്ദേഹത്തിന് സീറ്റൊക്കെ കിട്ടുകയൊക്കെ ചെയ്തത്. പിന്നെ കാസർഗോഡ് പോയി നിന്ന് അദ്ദേഹം വിജയിച്ചു, രണ്ടാമത്തെ തവണയും വിജയിച്ചു, അദ്ദേഹം MP ആയി. അപ്പം കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് MP പെൻഷനും വാങ്ങിച്ച് താൻ തീർന്നു എന്നാണ് കോൺഗ്രസ് രാജ്മോഹൻ ഉണ്ണിത്താനോട് അവരെ അണികൾ പറയുന്നത്. തനിക്ക് ജീവിതകാലം മുഴുവൻ കോൺഗ്രസ് പാർട്ടിയുടെ ദയ കൊണ്ട് MP ആയതിന്റെ പെൻഷൻ കൊണ്ട്, ഇതിങ്ങനെ പെൻഷൻ കൊണ്ട് ജീവിക്കുക, ഇത് പറയുമ്പോൾ എനിക്ക് ആശ തീർക്കാം തനിക്കെന്ന് മോഹൻലാൽ എന്ന് പറയുന്ന നരസിംഹത്തിൽ പറയുന്ന പോലെ ആരായി പറയുന്ന അണികള് നേതാവിനോട് പറയുകയാണ്, ഞങ്ങളുടെ ദയ കൊണ്ട് വന്നാണ് ഇനി പെൻഷൻ വാങ്ങിച്ച് വീട്ടിൽ ഇരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അതിനകത്തൊക്കെ സംഭവിക്കും. കോൺഗ്രസിൽ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും. ശരി.